കേട്ടറ്റ് കാറ്റഗറി ഫോർ ഡ്രോയിങ്. കേട്ടറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള 50 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സ്കൂൾ ഓഫ് ആർട്സ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂൾ ഓഫ് ആർട്സ് ആരംഭിച്ചത് എവിടെ? കൽക്കത്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1894 മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൻ്റെ മേധാവി ഡാഷ് ആയിരുന്നു? E.B. ഹാവൽ. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ സ്കൂൾ ഓഫ് പെയിൻറ്റിംഗ് എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയവർ ആരൊക്കെ? ആൻസർ E.B. ഹാവൽ, അബനീന്ദ്രനാഥ ടാഗോർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ മൂവ്മെൻറ്റിൽ ഉണർവുറ്റു പ്രവർത്തനം നടത്തിയവർ ആരൊക്കെ? ഗഗനേന്ദ്രനാഥ ടാഗോർ, അഹൻ ശാരദാചരനുഗിൽ, കനു ദേശായി, ദേവി പ്രസാദ്, റോയ് ചൗധരി വെങ്കിടപ്പ, പ്രമോദ് കുമാർ ഹൽദാർ തുടങ്ങിയവരൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പേരുകൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ബംഗാൾ മൂവ്മെൻറ്റിൽ ഉണ്ടായ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുത്ത് എഴുതാനായിട്ട് സാധിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 1930 മദ്രാസ് സ്കൂൾ ഓഫ് പ്രിൻസിപ്പൽ ആരായിരുന്നു? D.P. റോയ് ചൗധരി. ആറാമത്തെ ക്വസ്റ്റ്യൻ, കുന്നിൻ മുകളിലെ വീട് ആരുടെ സൃഷ്ടിയാണ്? പാബ്ലോ പിക്കാസോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അവിഗണിലെ സുന്ദരികൾ, ചുവന്ന കാളത്തല തുടങ്ങിയ പാബ്ലോ പിക്കാസോയുടെ സൃഷ്ടികൾ ഏത് തരം ശൈലിക്ക് ഉദാഹരണമാണ്? ആൻസർ ക്യൂബിസം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യൂബിസം എന്ന വാക്കിനർത്ഥം ജാമിതീയവാദം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ജീവിത വ്യാഖ്യാനം ആരുടെ സൃഷ്ടിയാണ്? പാബ്ലോ പിക്കാസോ. പത്താമത്തെ ക്വസ്റ്റ്യൻ, കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ അറിയാമോ? ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. ഒറീസ. ഒന്നും കൂടെ നമുക്ക് റിവൈൻഡ് ചെയ്യാം. 1930 മദ്രാസ് സ്കൂൾ ഓഫ് പ്രിൻസിപ്പൽ ആരായിരുന്നു? D.P. റോയ് ചൗധരി. ആറാമത്തെ ക്വസ്റ്റ്യൻ, കുന്നിൻ മുകളിലെ വീട് ആരുടെ സൃഷ്ടിയാണ്? പാബ്ലോ പിക്കാസോ. പിന്നെ ചുവന്ന കാളത്തല, ആവിഗണിലെ സുന്ദരികൾ എന്ന സൃഷ്ടികൾ പിക്കാസോയുടെ ക്യൂബിസം മെത്തേഡുമായിട്ടുള്ള ബന്ധപ്പെട്ടാക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂബിസം എന്ന വാക്കിനർത്ഥം ജാമിതീയവാദം. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിത വ്യാഖ്യാനം ആരുടെ സൃഷ്ടിയാണ്? അത് പാബ്ലോ പിക്കാസോൻ്റെ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസ സംസ്ഥാനത്തിലെ പൂരി ജില്ലയിലാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണത്, സൂര്യക്ഷേത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷ്ണറെഡ്ഡി ഇന്ത്യയിലെ ലോകപ്രശസ്തനായ ഡാഷ് ആണ്? കൃഷ്ണറെഡ്ഡി ഒരു പ്രിൻ്റ് മേക്കറാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹോളോഗ്രാഫ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രിൻ്റ് മേക്കിംഗ്. ഇടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്, അമ്പുകുത്തിമല. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്ട് രൂപീകരിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. 15ാമത്തെ ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ആർട്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഹെർബർട്ട് റീഡ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, കാളത്തല എന്ന ശില്പം ആരുടെ സൃഷ്ടിയാണ്? പാബ്ലോ പിക്കാസോ.
17ാമത്തെ ക്വസ്റ്റ്യൻ, അഡറേഷൻ ഓഫ് മജെ ആരാണ് വരച്ചത്? ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചി ജീവിച്ചിരുന്ന കാലഘട്ടം 14-15 നൂറ്റാണ്ടിൽ, അതായത് 1452 തുടങ്ങി 1519 വരെ ഉള്ള കാലഘട്ടത്തിൽ ആണ് ലിയനാർഡോ ഡാവിഞ്ചി ജീവിച്ചിരുന്നത്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ പുരാണമായ ഭാഗവതത്തിൽ പരാമർശിക്കുന്ന ചിത്രകാരി, ചിത്രലേഖ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഓറിയൻ്റൽ ആർട്ട് എന്ന ചിത്രരചനാ മേഖല ലോകത്തിൻ്റെ ഏതു പ്രദേശത്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? യൂറോപ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ടെറാക്കോട്ട നിർമ്മിക്കുന്നത് ഏതിൽ നിന്ന്? കളിമണ്ണ്, മണൽ മിശ്രിതം. അടുത്ത ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ ചിത്രരചനയ്ക്ക് പിന്തുടർന്ന ശൈലി? വ്യക്തിഗത ശൈലി. 23ാമത്തെ ക്വസ്റ്റ്യൻ, അന്ത്യവിധി എന്ന പ്രശസ്ത പെയിൻറ്റിംഗ് വരച്ചതാര്? മൈക്കലാഞ്ചലോ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡാഗ്ലിയോ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് എന്തിന്? എച്ചിങ്. അജവിലാപം എന്ന പ്രശസ്ത എണ്ണച്ചായ ചിത്രം വരച്ച ചിത്രകാരൻ? രാമവർമ്മ രാജ. ഈ അന്ത്യവിധി സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ആൾത്താര ചിത്രത്തിലാണ് വരച്ചാക്കണത്. സിസ്റ്റൈൻ ചാപ്പലിലാണ് അത് വരച്ചാക്കണത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലൈറ്റും ഷെയ്ഡും നിറങ്ങളിൽ സവിശേഷതയോടെ ഫിഗറുകളിൽ ആവിഷ്കരിച്ച ചിത്രകാരൻ? ആൻസർ റെംബ്രാൻഡ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഹാരപ്പ ജനതയുടെ കലാപരമായ കലവിരുതിൻ്റെ ഉദാഹരണം? സീലുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? രാമവർമ്മ രാജ. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്കലാഞ്ചലോയുടെ ലോകപ്രശസ്തനായ ഡേവിഡ് എന്ന ശില്പം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മാർബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോപുരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഡാഷ് അമ്പലങ്ങൾക്കാണ്? അതായത് ദക്ഷിണേന്ത്യൻ അമ്പലങ്ങൾക്കാണ് ഗോപുരങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രവിവർമ്മ പുരസ്കാരം ലഭിക്കാത്ത പ്രശസ്തനായ ഒരു ചിത്രകാരൻ? MF ഹുസൈൻ. MF ഹുസൈന് രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സ്തൂപം കൂടുതലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ പവിത്രമായ ബുദ്ധിസ്റ്റ് കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, സൽവദോർ ഡാലിയുടെ രാജ്യം? സ്പെയിൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ, സ്തംഭങ്ങൾ പണിത കാലഘട്ടം? മൗര്യ വംശ കാലഘട്ടത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോത്ബി, ക്രിസ്റ്റി എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് കലാവസ്തുക്കളുടെ വിൽപ്പനയ്ക്കുള്ള ലേലകേന്ദ്രം? അതാണ് ആൻസർ, കലാവസ്തുക്കളുടെ വിൽപ്പനയ്ക്കുള്ള ലേലകേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്വിതീയ വർണ്ണങ്ങൾ എന്തൊക്കെയാണെന്ന്? ഗ്രീൻ, വയലറ്റ്, ഓറഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ബാത്തിക് കലയുടെ ഉത്ഭവം എവിടെ? ജാവ. അടുത്ത ക്വസ്റ്റ്യൻ, ശീതയാനത്തിൽ നിന്നും മഹായാന തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി ബുദ്ധൻ്റെ പ്രതിമകൾക്ക് രൂപഭേദം വരുത്തിയ കലാശാഖ? ഗാന്ധാര കല. അടുത്ത ക്വസ്റ്റ്യൻ, നവോത്ഥാന കലാരംഭം എവിടെ നിന്നാണ്? ഇറ്റലി. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രരചനയിൽ സവിശേഷമായ ടെക്സ്ചർ സൃഷ്ടിച്ച് രചന നടത്തിയ ചിത്രകാരൻ? വിൻസെൻ്റ് വാൻ ഗോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യൻ ബോണർസ് ശില്പങ്ങളായ ശിവനടരാജ വിഗ്രഹങ്ങളിൽ ഏറ്റവും നല്ലവ കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്?
തിരുവിലങ്ങാട്. അടുത്ത ക്വസ്റ്റ്യൻ, താന്ത്രിക് രൂപങ്ങളെ അധികരിച്ച് ചിത്രം വരച്ച ചിത്രകാരൻ KV ഹരിദാസൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ, അലക്സാണ്ടർ കാൽഡർ പ്രശസ്തനായ ആധുനിക ശില്പി. അടുത്ത ക്വസ്റ്റ്യൻ, ബറോക്ക് വാസ്തു കല കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം റോം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ അജന്ത പ്രദേശത്തെ ഗുഹകൾ എത്ര എണ്ണമാണ്? 34 കൂടുതലുണ്ട്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഇംപ്രഷനിസം ആരംഭിക്കുന്നത് പ്രസിദ്ധമായ ഒരു പെയിൻറ്റിങ്ങിനെ തുടർന്നാണ്. സൂര്യോദയം. അടുത്ത ക്വസ്റ്റ്യൻ, ഭിത്തിമേൽ നനഞ്ഞ പ്ലാസ്റ്ററിങ്ങിനുമേൽ പെയിൻറ്റിങ് ചെയ്യുന്ന രീതി ഫ്രെസ്കോ. അടുത്ത ക്വസ്റ്റ്യൻ, കൊളാഷ് സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ പ്രധാനികളായ ചിത്രകാരന്മാർ പാബ്ലോ പിക്കാസോ, ജോർജസ് ബ്രാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റിലിസം എന്ന ചിത്രരചനാ ശൈലി അവതരിപ്പിച്ച ചിത്രകാരൻ ജോർജ് സുര. 50ാമത്തെ ക്വസ്റ്റ്യൻ, ക്രോമാറ്റിക് പ്രോസസ്സ് എന്നു പറയുന്നത് എന്തിനെയാണ്? ഒന്നിൽ കൂടുതൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുക. ക്രോമാറ്റിക്, മോണോക്രോമാറ്റിക് എന്നൊക്കെ പറയില്ല. മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു നിറം മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്നതിന്, അതേപോലെ തന്നെ ക്രോമാറ്റിക്, അങ്ങനെ പലതരത്തിലുള്ള പ്രോസസ്സ് വരുന്നുണ്ട്. അത് അടുത്ത നോട്ട്സിൽ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഇത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കാൻ ഇത് ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് മെമ്മറിയിലൊരു നിൽക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.